Hey guys, it's Sandra. In this video, I will show you 3 DIY projects. I comment request room decor DIY. I have a room decor video plan. I comment okay, room decor DIYs a separate video. I will include just 3 projects. If at all, I room decor video upload if you want to know how to make it, then please keep on watching. We will air hardening clay. You can polymer clay use it fast dry. But you can air hardening clay use it. We round shape mold. എന്നിട്ട് അതിനെ റോൾ ചെയ്ത് ഫ്ലാറ്റ് ആക്കുക. ഞാനിവിടെ റോളിംഗ് പിൻ അല്ല യൂസ് ചെയ്യുന്നത്, നിങ്ങൾ റോളിംഗ് പിൻ യൂസ് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു കുഞ്ഞു ഡിഷ് എടുക്കുക. ഈ ഡിഷാണ് ഞാനിവിടെ സ്റ്റെൻസിലായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഈ ഡിഷിൻ്റെ സൈസിലാണ് ഞാൻ എൻ്റെ ജ്വല്ലറി ഡിഷ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളത് വെക്കാൻ ബാക്കി പാർട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. അതിനുശേഷം നമ്മൾ മോൾഡ് ചെയ്ത ക്ലേ എടുക്കുക ആൻഡ് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കുക ആൻഡ് നന്നായിട്ട് പ്രസ് ചെയ്യുക. സോ ദാറ്റ് നമുക്കൊരു ജ്വല്ലറി ഡിഷ് പോലത്തെ ഒരു ഷേപ്പ് കിട്ടും. അതിനുശേഷം അതിൻ്റെ എഡ്ജസ് ഒക്കെ സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 2 പ്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണോ അത്ര ഉണ്ടാക്കുക ആൻഡ് ഓവർ നൈറ്റ് വെക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 24 hours ഇത് വെച്ചേക്കുക. സോ ദാറ്റ് ഇത് കംപ്ലീറ്റ്ലി ഡ്രൈ ആവും. ആഫ്റ്റർ 24 hours ദിസ് ഈസ് ഹൗ ഇറ്റ് വിൽ ലുക്ക്. ഇനി നിങ്ങൾക്കൊരു സാൻഡ് പേപ്പർ യൂസ് ചെയ്തതിൻ്റെ എഡ്ജസ് ഒക്കെ സ്മൂത്ത് ചെയ്ത് കൊടുക്കാം ആൻഡ് നമ്മുടെ ജ്വല്ലറി ഡിഷ് റെഡിയാണ്. ഇനി നിങ്ങൾക്കിത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോ കണ്ടു ബൈ JENerationDIY. അപ്പോൾ അതിൽ ഷീ ഡിഡ് ദിസ് മൂൺ ആൻഡ് സൺ ഡിസൈൻ. അപ്പോൾ അതാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ചെയ്യാം. ഓൾസോ JENerationDIYൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്നതായിരിക്കും. ഇനി ഞാൻ ഇതിൽ ഫെവിക്കോൾ ആഡ് ചെയ്യുക ആൻഡ് ഫെവിക്കോൾ വിൽ ആക്ട് ആസ് എ ക്ലിയർ കോട്ട്. അപ്പോൾ നമ്മുടെ ഡിഷ് കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും. നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് വേണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം, ബട്ട് ഞാനിവിടെ ഇത് ചെയ്യുകയാണ്. ആൻഡ് ഇത് ഇട്ടതിന് ശേഷം വീണ്ടും 24 hours വെയിറ്റ് ചെയ്യുക ആൻഡ് യുവർ ഡിഷ് ഈസ് റെഡി. കീ ചെയിൻ ചാംസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഞാൻ സെയിം ക്ലേ ആണ് യൂസ് ചെയ്യുന്നത്. അതിനെ നേരത്തെ ചെയ്ത പോലെ റോൾ ചെയ്ത് ഫ്ലാറ്റ് ആക്കുക ആൻഡ് നിങ്ങൾക്ക് വേണ്ട ഷേപ്പ് അല്ലെങ്കിൽ സൈസിൽ ഇത് കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു ക്രീമിൻ്റെ ക്യാപ്പാണ് യൂസ് ചെയ്യുന്നത്, ബിക്കോസ് എനിക്ക് ആ സൈസ് മതി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട അത്ര ബേസ് ഇത് വെച്ച് കട്ട് ചെയ്തെടുക്കുക. ആൻഡ് ഒരു പെയിൻറ്റ് ബ്രഷിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്ത് ഹോൾ ഇടുക, ബിക്കോസ് ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ഹോൾ ഇടാൻ പാടായിരിക്കും. അതിനുശേഷം ഇത് 24 hours വെച്ചേക്കുക ആൻഡ് ഇത് ഡ്രൈ ആയതിനു ശേഷം നമുക്കിത് പെയിൻറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ജംപ് റിങ്സ് ആഡ് ചെയ്യാം. ഞാനിവിടെ വയറാണ് യൂസ് ചെയ്യുന്നത്, കാരണം എനിക്കിത് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നി. നിങ്ങൾക്ക് വേണമെങ്കിൽ ജംപ് റിങ്സ് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ DIYക്ക് വേണ്ടി നമുക്ക് കുറച്ച് പ്ലാന്റ്സ് വേണം. നിങ്ങൾ നിങ്ങളുടെ ഗാർഡനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന എന്തെങ്കിലും പ്ലാന്റ് മതി ഇതിന്. ഞാനിപ്പോൾ ഇവിടെ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾ എടുത്ത പ്ലാന്റിൽ നിന്നും അൺവാണ്ടഡ് ആയിട്ടുള്ള പാർട്സ് ഒക്കെ റിമൂവ് ചെയ്യുക ആൻഡ് ഇതേപോലെ ഒരു ത്രെഡ് യൂസ് ചെയ്ത് അതിൻ്റെ എൻഡ്സ് കെട്ടുക.
ആൻഡ് നിങ്ങളിതൊരു വിൻഡോസിൽ അപ്സൈഡ് ഡൗൺ ആയിട്ട് ഹാങ് ചെയ്യുക. നമ്മൾ ഇതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ആ പ്ലാന്റിൻ്റെ ഷേപ്പും പോയില്ല, മാക്സിമം ഇതിൻ്റെ കളറും പോകാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്കൊരു ഗ്ലാസ് ജാർ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ബോട്ടിൽ വേണം. ഞാനിവിടെ ഒരു ഓൾഡ് കെച്ചപ്പ് ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് നമ്മൾ ഡ്രൈ ആക്കിയ പ്ലാന്റ്സ് നിങ്ങൾക്ക് ഏതൊക്കെയാണോ വേണ്ടത് അതെല്ലാം കൂടെ ഒരുമിച്ച് ടൈ ചെയ്ത് വെക്കുക ആൻഡ് നമ്മുടെ ജാറിലേക്ക് ഇടാം. I hope you guys liked what you saw. If you do that, please like, comment and subscribe. Also, and all social media links will be given down below. Please go check them out. And നിങ്ങൾക്ക് എന്തെങ്കിലും video request suggestions ഉണ്ടെങ്കിൽ please comment down below. I'll try to do it. Thank you so much for watching.